നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇൻഫാം മധ്യമേഖലാ കൺവെൻഷനും കർഷക സംഗമവും തൊടുപുഴയിൽ നടന്നു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുള്ളരിങ്ങാട്ട് വീണ്ടും രാജവെമ്പാലയെ പിടികൂടി. മുള്ളരിങ്ങാട് സെറ്റിൽമെന്റ് ഭാഗത്ത് മുത്താശ്ശേരിയിൽ ബാലകൃഷ്ണന്റെ പുരയിടത്തിലാണ് രാജവെമ്പാലയെ കണ്ടെത്തിയത്. കേരള ഫീഡ്സ് ലിമിറ്റഡിന്റെ അരിക്കുഴയിൽ സ്ഥാപിക്കുന്ന 500 മെട്രിക് ടൺ പ്രതിദിന ഉത്പാദനശേഷിയുള്ള ഹൈടെക് കാലിത്തീറ്റ ഫാക്ടറിയുടെ ഉദ്ഘാടനം മന്ത്രി KP മോഹനൻ നിർവഹിക്കുമെന്ന് കേരള ഫീഡ്സ് ചെയർമാൻ അഡ്വക്കേറ്റ് PC ജോസഫ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച AITUC നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസ് മാർച്ച് നടത്തി. കളിയത്ത് വ്യവസായ തൊഴിലാളികളും പെൻഷൻ തൊഴിലാളികളുമാണ് മാർച്ച് നടത്തിയത്. ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടിയിലേക്ക് വിവിധ തസ്തികകളിൽ നടന്ന ഇന്റർവ്യൂ മുസ്ലിം ലീഗ് പ്രവർത്തകർ തടയുവാൻ ശ്രമിച്ചത് സംഘർഷത്തിന് കാരണമായി. അംഗൻവാടി വർക്കർ, ഹെൽപ്പർ എന്നീ തസ്തികകളിലേക്ക് നടന്ന ഇന്റർവ്യൂ ആണ് ബഹളത്തിൽ കലാശിച്ചത്. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ഇൻഫാം മധ്യമേഖലാ കൺവെൻഷനും കർഷക സംഗമവും തൊടുപുഴയിൽ നടന്നു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവകാശം നിഷേധിക്കപ്പെടുകയും ചെയ്തിട്ടും അതൊന്നും പ്രതികരിക്കാതെ മണ്ണോടും ക്ഷമയുള്ളവരായിട്ട് കർഷകർ അധ്വാനിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിയുകയും ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ പരിഹാരം അല്ലെങ്കിലും അത് നമ്മൾ ആസ്വാദനം ചെയ്യുന്നില്ലെങ്കിൽ പോലും ആത്മഹത്യ ചെയ്യുന്നതിന് പോലും ഉള്ള ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. അങ്ങനത്തെ പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരുടെയും ആരാധ്യനായ ബഹുമാനപ്പെട്ട വടക്കൻ ബീച്ചിന് ഈ രംഗത്ത് വരികയും കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹാരം കാണുന്നതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയും അതിനുവേണ്ടി സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും ഫലമായിട്ടാണ് എന്തെങ്കിലും കാര്യങ്ങൾ നേടണമെങ്കിൽ, അവകാശങ്ങൾ ലഭിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് തലത്തിൻ്റെ നിങ്ങളിലേക്ക് നോക്കണമെങ്കിൽ സംഘടിച്ച് മുൻപോട്ട് കയറിയെങ്കിൽ മാത്രമേ ഉള്ളൂ. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറക്കിൽ അധ്യക്ഷത വഹിച്ചു. ഇൻഫാം ദേശീയ പ്രസിഡന്റ് PC സിറിയക്, ഹൈറേഞ്ച് സംരക്ഷണ സമിതി ചെയർമാൻ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുര, മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, ഫെഡറൽ ബാങ്ക് ജനറൽ മാനേജർ തമ്പി കുര്യൻ, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ഫാദർ ജോസഫ് ഒറ്റപ്ലാക്കൽ, ഫാദർ ആന്റണി കൊഴുവനാൽ, ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ, തങ്കച്ചൻ പാറത്തലയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇൻഫാം തൊടുപുഴയിൽ സംഘടിപ്പിച്ച കർഷക സംഗമത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ റാലി നടത്തി. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സമീപത്തു നിന്നും മുനിസിപ്പൽ മൈതാനിയിലേക്ക് നടന്ന റാലിയിൽ വിശിഷ്ടാതിഥികളും 100 കണക്കിന് കർഷകരും പങ്കെടുത്തു. ഇൻഫാമിന്റെ മധ്യമേഖലാ കൺവെൻഷനും കർഷക സംഗമവും ഇന്ന്
ഇൻഫാം റാലിയിൽ പങ്കെടുക്കുവാനെത്തിയ ബിഷപ്പുമാരെ കരിങ്കുന്നത്തു നിന്നും സ്വീകരിച്ച് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് തൊടുപുഴയിലേക്ക് ആനയിച്ചത്. ഇൻഫാം നേതാക്കൾ നേതൃത്വം നൽകി. ഇൻഫാമിന്റെ മധ്യമേഖലാ കൺവെൻഷനും കർഷക സംഗമവും മുള്ളേരിങ്ങാട്ട് വീണ്ടും രാജവെമ്പാല. പിടികൂടിയത് വാവ സുരേഷ്. മുള്ളേരിങ്ങാട്ട് സെറ്റിൽമെന്റ് ഭാഗത്ത് മുത്തശ്ശേരിൽ ബാലകൃഷ്ണന്റെ പുരയിടത്തിലാണ് രാജവെമ്പാലയെ കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് ഇവിടെയുള്ള ഓലിയിൽ വെള്ളമെടുക്കുവാൻ വന്ന നാട്ടുകാരാണ് കൊക്കോമരത്തിലിരിക്കുന്ന പാമ്പിനെ കണ്ടത്. ഭയന്നോടിയ ഇവർ മറ്റുള്ളവരെയും തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിച്ചു. ഡിസംബർ 12-ന് വലിയ ഒരു രാജവെമ്പാലയെ പിടികൂടിയ സ്ഥലത്ത് നിന്ന് 1/2 കിലോമീറ്റർ അകലെയാണിത്. അന്ന് പാമ്പിനെ പിടിച്ച മൂവാറ്റുപുഴക്കാരൻ ഷാജി കഴിഞ്ഞ ദിവസം മറ്റൊരു പാമ്പിനെ പിടിക്കുമ്പോൾ കടിയേറ്റ് ആസ്പത്രിയിലാണ്. ഇതിനാലാണ് കൊല്ലത്ത് നിന്ന് വാവ സുരേഷിനെ വരുത്തിയത്. ചൊവ്വാഴ്ച വെളുപ്പിന് 6:30-യോടെ സുരേഷ് ബസ്സിലെത്തി. രാത്രി മുഴുവനും പാമ്പിനെ നോക്കി വിളക്കം കത്തിച്ചിരിക്കുകയായിരുന്നു നാട്ടുകാർ. വാവ സുരേഷ് 5 മിനിറ്റ് കൊണ്ട് പാമ്പിനെ പിടിച്ചു. ഷാജി പ്രത്യേക തരത്തിൽ കുടുക്കിട്ടാണ് പാമ്പിനെ പിടികൂടിയതെങ്കിലും സുരേഷ് കൈകൊണ്ട് തന്നെ പിടിക്കുകയായിരുന്നു. പാമ്പിനെ വനം വകുപ്പുകാർക്ക് കൈമാറി. കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാൾ വളരെ ചെറിയ പാമ്പായിരുന്നു ഇത്. തൊടുപുഴ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സംവിത് 2014 എക്സിബിഷൻ സംഘടിപ്പിച്ചു. ശാസ്ത്രവും സാഹിത്യവും ഗണിതവും ചരിത്രവും കൂടി സമ്മേളിച്ച പരിപാടിയാണ് സംവിത് 2014. UCTF പ്രിൻസിപ്പൽ ഡോക്ടർ PG ജയശ്രീ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സയൻസ് ക്ലബ് പ്രസിഡന്റ് MG അജീഷ് അധ്യക്ഷത വഹിച്ചു. ലിൻഡു ജേക്കബ്, ശ്രീജിത്ത് K നായർ, B ഐശ്വര്യ, ഫാദർ PV അബി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതിൽ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായ പ്രധാന വ്യക്തികളെക്കുറിച്ചുള്ള രൂപങ്ങളാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാമ്പ് കളക്ഷൻസ്, കോയിൻസ്, കറൻസീസ്, സ്റ്റിൽ മോഡൽസ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് കാണുന്നത് പഴയ സാധനങ്ങൾ, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കലപ്പ, തേക്കൊട്ട, കയ്യുരുളി അങ്ങനെയുള്ള പല സാധനങ്ങളും ആണ് കാണുന്നത്. പിന്നെ ഇതിൽ വിവിധ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായ വിവിധ സ്ഥലങ്ങളിലെ വേഷഭൂഷാദികളാണ് കാണുന്നത്. മോളിൽ കാണുന്നതെല്ലാം സയൻസ് ക്ലബിൻ്റെ ബേസ് ചെയ്തുള്ള സയൻസ് ക്ലബ്ബ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഭാഗക്കാരാണ് ഇത് ഈ എക്സിബിഷൻ നടത്തുന്നത്. ഇവരുടെ കീഴിൽ ആർട്സുകാരും ഇതിൽ ഉൾപ്പെടുന്നു. പ്രധാനമായിട്ടും കുട്ടികളെ ബേസ് ചെയ്താണ് ഞങ്ങൾ ഈ എക്സിബിഷൻ നടത്തുന്നത്. കാരണം പഠന സംബന്ധമായ ഒത്തിരി അറിവുകൾ കുട്ടികൾക്ക് ഇത് കാണുന്നത് വഴി ലഭിക്കുന്നുണ്ട്. കേരള ഫീഡ്സ് ലിമിറ്റഡ് അരിക്കുഴയിൽ സ്ഥാപിക്കുന്ന 500 മെട്രിക് ടൺ പ്രതിദിന ഉത്പാദന ശേഷിയുള്ള ഹൈടെക് കാലിത്തീറ്റ ഫാക്ടറിയുടെ ഉദ്ഘാടനം മന്ത്രി KP മോഹനൻ നിർവഹിക്കുമെന്ന് കേരള ഫീഡ്സ് ചെയർമാൻ അഡ്വക്കേറ്റ് PC ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ ഇത്രയും വിപുലമായൊരു പൊതുമേഖലാ സ്ഥാപനം ഇല്ലെന്നാണ്. ഇതേ കപ്പാസിറ്റിയുള്ള ഞങ്ങളുടെ മദർ യൂണിറ്റ് ഇരിങ്ങാലക്കുടയിൽ ആ പ്രദേശത്തിൻ്റെ തന്നെ ഒരു വികസനത്തിന്
ആ സ്ഥാപനം കാരണമായി. അതുപോലെ രണ്ടാമതൊരു ഫാക്ടറി ഞങ്ങൾ ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ്. മൂന്നാമതൊരു ഫാക്ടറി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ചെമ്മഞ്ചേരിയിൽ പൂർത്തിയാവുകയാണ്. നാലാമത്തേതാണ് ഇടുക്കി ജില്ലാ പാക്കേജുമായി ബന്ധപ്പെട്ട് MS സ്വാമിനാഥൻ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഇപ്പോൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. 500 മെട്രിക് ടൺ പെർ ഡേ ആണ് നമ്മുടെ ഉൽപ്പാദനശേഷി. അത് ഒരു ഹൈടെക് സ്ഥാപനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെയാണ് ഫാക്ടറി സ്ഥാപിക്കുന്നത്. മന്ത്രി PJ ജോസഫ് അധ്യക്ഷത വഹിക്കും. PT തോമസ് MP മുഖ്യ അതിഥിയായിരിക്കും. ജില്ലയിലെ ക്ഷീരകർഷകർക്ക് ഗുണമേന്മയുള്ള കാലിത്തീറ്റ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടുക്കി പാക്കേജിന്റെ ഭാഗമായാണ് ഫാക്ടറി സ്ഥാപിക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർ അനി S ദാസ്, ഡോക്ടർ N ശശി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് AISF തൊടുപുഴ താലൂക്ക് സമ്മേളനം. വഴുതല ഭാസ്കർ ഹാളിൽ നടന്ന സമ്മേളനം CPI താലൂക്ക് സെക്രട്ടറി PP ജോയ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് UDFന്റെ നേതൃത്വത്തിൽ 2.5 വർഷക്കാലം ആന്റണിയും 2.5 വർഷക്കാലം ഉമ്മൻചാണ്ടിയും ഭരിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് അവർ തുടങ്ങി വെച്ച ഒരു സമീപനമുണ്ട്. കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നഷ്ടമാണ്. നഷ്ടത്തിന്റെ പേരിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവർ നിർത്തുവാൻ തീരുമാനിച്ചു. 1-2 പള്ളിക്കൂടങ്ങളല്ല, കേരളത്തിൽ 2000 പള്ളിക്കൂടങ്ങളാണ് നിർത്തുവാൻ തീരുമാനിച്ചത്. ആ നിർത്തുവാൻ തീരുമാനിച്ച പള്ളിക്കൂടങ്ങൾ ഇവിടെ പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങളാണ്. 5ഉം 10ഉം 22 കിലോമീറ്ററുകൾ നടന്ന് പള്ളിക്കൂടത്തിൽ പോയി പഠിക്കുന്ന പാവപ്പെട്ട ആദിവാസികൾ ഉൾപ്പെടെ, പാവപ്പെട്ട പിന്നോക്ക ജാതിക്കാർ ഉൾപ്പെടെ പാവപ്പെട്ട മനുഷ്യന്റെ മക്കൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങൾ 2000 കൂട്ടുവാൻ UDFന്റെ ഗവൺമെന്റ് അന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിനെതിരെ കേരളത്തിലും ഉച്ചമായ സമരം നടത്തിയത് MS സുധീർ അധ്യക്ഷത വഹിച്ചു. K സലീംകുമാർ, PR പ്രമോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. AITUC നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസ് മാർച്ച് നടത്തി. കളിജത്ത് വ്യവസായ തൊഴിലാളികളും പെൻഷൻ തൊഴിലാളികളുമാണ് മാർച്ച് നടത്തിയത്. വിവാദ വിദ്യാഭ്യാസ വായ്പ തുക വർദ്ധിപ്പിക്കും. തൊടുപുഴ താലൂക്ക് കളിജത്ത് വ്യവസായ തൊഴിലാളികളുടെയും പെൻഷൻ തൊഴിലാളികളുടെയും നേതൃത്വത്തിലുള്ള ക്ഷേമനിധി ഓഫീസ് പടിക്കിലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ള മാർച്ച് ഇതായി വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. മാർച്ച് ക്ഷേമനിധി ഓഫീസ് പടിക്കൽ എത്തിച്ചേരുമ്പോൾ ആരംഭിക്കുന്ന ധർണാ സമരം CPI ജില്ലാ സെക്രട്ടറി സഖാവ് KK ശിവരാമൻ ഉദ്ഘാടനം ചെയ്യുന്നു. ധർണയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സഖാക്കൾ K സലീംകുമാർ, PP ജോയ്, PK പുരുഷോത്തമൻ നായർ, VR തൊടുപുഴ കള്ളുജത്ത് വ്യവസായ തൊഴിലാളികളുടെയും പെൻഷൻ തൊഴിലാളികളുടെയും മാർച്ച് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ഒരു ക്ഷേമ ബോർഡാണ് ചത്തുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്നത്. 1500 കോടിയോളം രൂപ കേരളത്തിലെ ചത്തുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന് സ്വന്തമായിട്ടുണ്ട്. അത്രയും സമ്പത്തുള്ള, വേണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിയാണെന്ന് പറയാം ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ 1500 കോടി രൂപ ആസ്തിയുള്ളപ്പോഴും ക്ഷേമനിധി ബോർഡിൽ നിന്നും തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള യാതൊരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. ഈ സമ്പത്തിന് മുകളിൽ അടയിരിക്കുന്ന സമീപനമാണ് ബോർഡും ഗവൺമെന്റും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ പറ്റുന്ന തൊഴിലാളി വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച 500 രൂപ പെൻഷൻ തുക ഇപ്പോഴും 500 രൂപയിൽ നിന്നും 501 രൂപയാക്കി ഉയർത്തുവാൻ ബോർഡ് തയ്യാറായിട്ടില്ല. ഇവിടെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് പെൻഷൻ തുക ചുരുങ്ങിയത് 2000 രൂപയായി ഉയർത്തണമെന്നാണ്. 2000 രൂപയായി പെൻഷൻ തുക ഉയർത്തിയാലും ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ K സലീംകുമാർ, PP ജോയ്, PK പുരുഷോത്തമൻ നായർ, VR പ്രമോദ്, PN വിജയൻ, EM ഗോപി, PN സഹദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാറക്കടവ് ഹൗസിംഗ് കോളനി പ്രതികരണ വേദിയും തൊടുപുഴ ജനമൈത്രി പോലീസിന്റെയും ആഭിമുഖ്യത്തിൽ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ബോധവൽക്കരണ സെമിനാർ നടത്തി. പ്രതികരണ വേദി രക്ഷാധികാരി PP തങ്കപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന സെമിനാർ CI സജി മാർക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഇനിയും നല്ലൊരു രീതിയിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ കോളനിയിൽ മറ്റു രീതിയിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്ന് തോന്നുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെയും കോളനി നിവാസികളുടെയും ഒരു കൂട്ടായ്മ നമ്മൾ വളരെയധികം സന്തോഷമുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാൻ തൊടുപുഴ ജനമൈത്രി പോലീസിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇന്ന് കോളനികൾ കേന്ദ്രീകരിച്ച് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങളും അതുപോലെ അവിടെ അനാശാസ്യ പ്രവർത്തനങ്ങളും അതുപോലെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചെറുപ്പക്കാരിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വരുന്നത്.
ചെറുപ്പക്കാരെയൊക്കെ പല ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തൊടുപുഴ പിടിച്ച ഒരു പയ്യൻ, +2 പഠിക്കുന്ന പയ്യനാണ്. അവൻ്റെ കയ്യിൽ നിന്ന് 100 രൂപയുടെ കഞ്ചാവിൻ്റെ പൊതികളാണ്, പല പല പൊതികളാണ്. അത് അവൻ കൊണ്ടുവരുന്നതല്ല. നിങ്ങളെ കുഞ്ഞു മക്കളെ +2 അല്ലെങ്കിൽ സ്കൂളുകളിൽ അയച്ചു കഴിയുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ നമുക്കൊരു പക്ഷേ അറിയാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്കൂളിൽ അവരുടെ കൂടെ പോകുന്നില്ല. അവിടെ അവരുടെ പ്രവർത്തന രീതിയിൽ എങ്ങനെയെന്ന് വിലയിരുത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരോടോ അല്ലെങ്കിൽ അയൽക്കാരോടോ കോളേജിലെ സ്കൂൾ അതിൻ്റെ പരിപാടി അടുത്തുള്ള ഒരു മാന്യനായ നാട്ടുകാരുടെ മുമ്പിൽ മാന്യനായ വ്യക്തി കഞ്ചാവ് പൊതികളാക്കി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു, അവൻ വിതരണം ചെയ്യുന്നു. ആരും അറിയില്ല. കൊച്ചിനെ ചെറിയ പൊതി കൊടുത്തു കൊടുക്കുന്നു. എന്താണ് അതിൻ്റെ അവസ്ഥ? പ്രശ്നം എന്താണ്? SIമാരായ സുബ്രഹ്മണ്യൻ, ബിജു, ജനമൈത്രി CRO സാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതികരണവേദി പ്രസിഡന്റ് അനിൽ നന്ദി പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇൻഫാം മധ്യമേഖലാ കൺവെൻഷനും കർഷക സംഗമവും തൊടുപുഴയിൽ നടന്നു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുള്ളരിങ്ങാട്ട് വീണ്ടും രാജവെമ്പാലയെ പിടികൂടി. മുള്ളരിങ്ങാട് സെറ്റിൽമെന്റ് ഭാഗത്ത് മുത്താശ്ശേരിയിൽ ബാലകൃഷ്ണന്റെ പുരയിടത്തിലാണ് രാജവെമ്പാലയെ കണ്ടെത്തിയത്. കേരള ഫീഡ്സ് ലിമിറ്റഡിന്റെ അരിക്കുഴയിൽ സ്ഥാപിക്കുന്ന 500 മെട്രിക് ടൺ പ്രതിദിന ഉത്പാദനശേഷിയുള്ള ഹൈടെക് കാലിത്തീറ്റ ഫാക്ടറിയുടെ ഉദ്ഘാടനം മന്ത്രി KP മോഹനൻ നിർവഹിക്കുമെന്ന് കേരള ഫീഡ്സ് ചെയർമാൻ അഡ്വക്കേറ്റ് PC ജോസഫ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച AITUC നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസ് മാർച്ച് നടത്തി. കളിയത്ത് വ്യവസായ തൊഴിലാളികളും പെൻഷൻ തൊഴിലാളികളുമാണ് മാർച്ച് നടത്തിയത്. ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടിയിലേക്ക് വിവിധ തസ്തികകളിൽ നടന്ന ഇന്റർവ്യൂ മുസ്ലിം ലീഗ് പ്രവർത്തകർ തടയുവാൻ ശ്രമിച്ചത് സംഘർഷത്തിന് കാരണമായി. അംഗൻവാടി വർക്കർ, ഹെൽപ്പർ എന്നീ തസ്തികകളിലേക്ക് നടന്ന ഇന്റർവ്യൂ ആണ് ബഹളത്തിൽ കലാശിച്ചത്. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക. www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.